ഹലോ, ഗുഡ് ഈവനിങ്. ഫ്രീ ആണോ? ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. എന്റെ പേര് റോജർ എന്നാണ്. പറയൂ. ഞാൻ കൊല്ലത്ത് താമസം. ബ്രദർ എവിടെയാ വീട്? എറണാകുളം. എറണാകുളത്താണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഓക്കെ. ഞാൻ ഒന്ന് ചോദിക്കോട്ടെ? ഞാൻ സ്നേഹത്തോട് ഒറ്റ കാര്യം പറയാം. ഇതിന്റെ അകത്ത് ഇന്ന് ദൈവവചനാടിസ്ഥാനത്തിലോ അപ്പസ്തോലന്മാരുടെ ചിന്തകളിലോ അപ്പസ്തോലിക പാരമ്പര്യത്തിലോ അല്ല ഇന്ന് പല കാര്യങ്ങളും സഭ പോകുന്നത്. കണ്ണടച്ചുകൊണ്ട് ബ്രദറും നോക്കിക്കോ, ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ടിട്ട് ബ്രദർ പറ, അപ്പസ്തോലികമായ യഥാർത്ഥ പാരമ്പര്യത്തിന്റെ പൂർണ്ണതയിലാണോ ഇന്ന് സഭ പോകുന്നത്? മനസാക്ഷിയെ തൊട്ടിട്ട് പറ. തീർച്ചയായിട്ടും ആണ്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് സഭയിലെ പല കാര്യങ്ങളും ഒറ്റ സെക്കൻഡ് സഭയിലെ പല കാര്യങ്ങളും സഭ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റുപറ്റിയെന്ന്. ബ്രദറിന് അതറിയില്ല. അത്രേ ഉള്ളൂ പ്രശ്നം. കാരണം സഭ തന്നെ പല കാര്യങ്ങളും തെറ്റുപറ്റിയെന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കതറിയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവിന്റെ പ്രവചനങ്ങളുണ്ട്. കർത്താവിന്റെ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കെതിരെ പിശാച് ഒരു കാലത്തും വിജയിക്കുകയില്ല എന്ന്. ഏത് സഭയ്ക്കെതിരെയാ? കാണിച്ചു തരൂ. താങ്കൾ കണ്ണു തുറന്ന് പുറത്ത് നോക്കിയിട്ട് കാണിച്ചു തരൂ ഏത് സഭയാണ്. എങ്കിൽ നിങ്ങൾ ആ സഭയിലല്ലേ നിൽക്കേണ്ടത്. ഏത് സഭയ്ക്കെതിരെയാണ് കർത്താവ് പ്രവചനം പറഞ്ഞത്? എന്താണ് സഭ? അത് പറയേ ആദ്യം. എന്താണ് ക്രിസ്തു സ്ഥാപിച്ച സഭ? കത്തോലിക്ക സഭയാണോ ക്രിസ്തു സ്ഥാപിച്ച സഭ? ആണോ? പറഞ്ഞു ബ്രദർ. തീർച്ചയായിട്ടും ആണോ? കത്തോലിക്ക സഭ മാത്രമല്ല, കത്തോലിക്ക സഭ അതിൽ ഉൾപ്പെടും. കത്തോലിക്ക സഭ അതിനകത്ത് ഉൾപ്പെടും. അപ്പൊ കത്തോലിക്ക സഭ മാത്രമല്ല. ഓക്കെ, മാത്രമല്ല. അപ്പൊ ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പൊ പിന്നെ ആ തർക്കം തീർന്നു. അപ്പൊ സഭ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനുദിനം അവൻ സഭയോട് ചേർത്തു എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന യാതൊരുവിധ ഡിനോമിനേഷനും അല്ല. കത്തോലിക്ക, യാക്കോബായോ, ഓർത്തഡോക്സോ അല്ലെങ്കിൽ സിറിയൻ സഭകളോ ഇനി ഈജിപ്ഷ്യൻ കോപ്റ്റിക് സഭകളോ ഏത് സഭയിൽ നിന്ന് എടുത്തു നോക്കിയാലും സഭ എന്ന് കർത്താവ് പറഞ്ഞത് സഭ ഏകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏകം, ഒറ്റ സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ലേ ക്രീഡിൽ നമ്മൾ വിശ്വാസ പ്രമാണം നമ്മൾ ചെല്ലുമ്പോ സഭ ശ്ലൈകികവും ഏകവുമാകുന്നു അല്ലെ? അതല്ലേ നമ്മൾ വിളിച്ചു പറയുന്നത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നോക്കിയോ, കത്തോലിക്ക സഭയിലെ വിശ്വാസ പ്രമാണം അംഗീകരിക്കുന്നുണ്ടോ? അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. പിന്നെ ഇപ്പൊ അംഗീകരിക്കുന്നുണ്ടെന്ന് ചോദിക്കണമെന്ന്. അപ്പൊ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, ശരി, പറയാം. നിക്ക കോൺസ്റ്റന്റൈൻ അവിടത്തെ ക്രീഡ് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആ ക്രീഡിൽ തന്നെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ അംഗീകരിക്കില്ല എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഇത് മനസ്സിലാക്കുക. ഈ പറയുന്ന വിശ്വാസം ഇവിടെ സഭ ഏകം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ എല്ലാ സഭകളും ഉണ്ടെന്ന് പറഞ്ഞേ. അതെങ്ങനെയത്? അപ്പൊ സഭ കുറെ ഉണ്ടോ? ക്രിസ്തു ഒരൊറ്റ സഭയെ സ്ഥാപിച്ചുള്ളൂ. ആ ഒരു സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയോട്, അവന്റെ ശരീരത്തോട്, ശിരസായിരിക്കുന്ന ക്രിസ്തുവിന്റെ അവയവങ്ങളാക്കി ചേർത്തു, ദൈവജനത്തെ ചേർത്തു. അതിന് കത്തോലിക്ക സഭയാകാം, യാക്കോബായ സഭയാകാം, ഓർത്തഡോക്സ് സഭയാകാം, ഏത് സഭയാണെങ്കിലും അതിന്റെ അകത്ത് ചേർത്തു. അത്രേ ഉള്ളൂ അതിനകത്ത് വചനത്തില്. യേശു സ്ഥാപിച്ച കാര്യത്തിലും അതേ ഉള്ളൂ. അത് ബ്രദർ തന്നെ അഡ്മിറ്റ് ചെയ്തു. കാരണം കത്തോലിക്ക സഭ മാത്രമല്ല, കത്തോലിക്ക സഭയും അതിനകത്ത് പെടും. എങ്കിൽ സഭ ഏകമാണെന്ന് പറയുമ്പോൾ അത് ഏത് സഭയാണെന്ന് പറയേണ്ടി വരും. ഏകമാണെന്ന് പറയുന്നത് കർത്താവിന്റെ അധികാരത്തെ. ഇതിപ്പോ നമ്മള് സഭ ഏകം എന്ന് പറയുമ്പോഴത്തേക്ക് ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതല്ലേ സഭ ഏകാണെന്ന് ഉദ്ദേശിക്കുന്നത്? അതെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ ഞാൻ പറഞ്ഞ ആ സഭയ്ക്കെതിരെ, ആ ബോഡി ഓഫ് ക്രൈസ്റ്റിനെതിരെ നഗര കവാടങ്ങൾ ബലപ്പെടത്തില്ല. അതിനെതിരെ എത്ര തലകുത്തിന്നാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്ര കുത്തിയാലും എന്ത് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇരുമ്പാണിമേ തൊഴിക്കുന്ന പോലെ തന്നെയാണ്. കർത്താവ് അതിനെ നോക്കും, അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ യാതൊരുവിധ സംശയമില്ല എനിക്ക്. അപ്പൊ സഭ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ആ സഭയെ കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? ബ്രദർ കുറച്ചു നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ, കത്തോലിക്ക സഭയും അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ അല്ലേ? നിങ്ങൾ തന്നെയല്ലേ, നിങ്ങളുടെ ഭാഗം നാക്കുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞേ? അപ്പൊ ഞാൻ അതാ പറഞ്ഞ, ആ സഭയാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തു സ്ഥാപിച്ച ഏകമായ ഒരു സഭയുണ്ടല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ഇതൊക്കെ പെടുന്നുണ്ടല്ലോ. അപ്പോ ആ സഭയുടെ അധികാരത്തിന് കീഴിലാണ് താങ്കൾ നിൽക്കുന്നത്. അതെ, ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് അല്ല, ക്രിസ്തുവിന്റെ അല്ല, സഭയുടെ അധികാരത്തിൽ. ക്രിസ്തുവാണ് അതിന്റെ ശിരസ്. ആ സഭയുടെ അധികാരത്തിലാണ് നിൽക്കുന്നത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും ഞാൻ നിയമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോസ്തലന്മാരുടെ കീഴിലാണ് താങ്കൾ നിൽക്കുന്നത്. അതെ, അപ്പോസ്തലന്മാരുടെ പാരമ്പര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. യാതൊരുവിധ വ്യത്യാസമില്ല. അപ്പോസ്തലിക പാരമ്പര്യം ചെയ്യണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. താങ്കൾ പറയുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് ടെൻസിലാ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരെ നിയമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഉണ്ട് നിലവിൽ. ഏത് വാക്യം പറഞ്ഞു? താങ്കള് അല്ല, പ്രസന്റ് ടെൻസ് ഒക്കെ പറയുമ്പോ വാക്യം പറയേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ പിന്നെ വിടും, അത്രേ ഉള്ളൂ.
അപ്പോസ്തലന്മാരെ നിയമിച്ച പൗലോസിയുടെ ലേഖനത്തിനാണ് എഴുതിയിരിക്കുന്നത്. ഏതിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എഫേസ്യ 4:11 ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. അതല്ല, അത് വരം നൽകി എന്നാണ്. ഇത് നിയമിച്ചിരിക്കുന്നു എന്നുള്ള. സുവിശേഷത്തിലാണോ ലേഖനത്തിലാണോ? ലേഖനത്തിലാണ്. ഇത് എഫേസ്യസ് 4:11 പറഞ്ഞാൽ അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും പ്രബോധന്മാരും ആകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാകുന്ന ഇതല്ല. വചനം എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അടുത്ത വിഷയം പറഞ്ഞു. അല്ല, അപ്പൊ ഇപ്പോ അപ്പോസ്തലന്മാര് ആരും ഇല്ലാന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു. ഞാൻ പറയാത്തത് വെറുതെ തന്നെ എനിക്ക് എന്റെ മേലെ കിട്ടിയ. അപ്പോൾ താങ്കൾ ഏത് അപ്പോസ്തലന്റെ അധികാരത്തിന്റെ കീഴിലാണ്? ഞാനിപ്പോ കത്തോലിക്ക സഭയിലെ ഒരു അംഗമായിട്ട് നിൽക്കുന്നു. അതാണ് എന്റെ പ്രവൃത്തി. ഞാനിപ്പോ കത്തോലിക്ക സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ചർച്ചിൽ, ആ ചർച്ചിലെ ഒരു വിശ്വാസിയായി, സാധാ ഒരു വിശ്വാസിയായി ഞാൻ മുന്നോട്ട് പോകുന്നു. ഈ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് കിട്ടിയ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ, എനിക്ക് കിട്ടിയ ദൈവം തന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ആ സഭയിൽ വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് അപ്പസ്തോലിക പാരമ്പര്യത്തിൽ പോകാത്ത കാര്യങ്ങളെ ശക്തമായി, അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ വിമർശിക്കുകയല്ല, ദൈവവചനാടിസ്ഥാനത്തിൽ ഇതല്ല ശരിയെന്ന് വിശ്വാസികളെ കാണിച്ചു കൊടുക്കുന്നു. സത്യവിശ്വാസികൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം, വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ശരി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ വിഗ്രഹാരാധന അപ്പോ കത്തോലിക്ക സഭയ്ക്കെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണമാണ്. അപ്പോ അത് നമുക്ക് ഏത് നിയമത്തിന്റെ ലംഘനമായിട്ടാണ് നിങ്ങൾ കാണുന്നത്? കത്തോലിക്ക സഭയിൽ വിഗ്രഹാരാധന ഉണ്ടോ? ഇല്ല. ഇല്ല. താങ്കളുടെ ആരോപണമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണല്ലോ. എന്നിട്ടാണല്ലോ പിന്നെ എന്റെ ആരോപണം. ഞാൻ ഇല്ലാന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ. ഇനി എന്താ പ്രശ്നം അതിനകത്ത്? അല്ല, നിങ്ങൾ ആരോപിക്കുന്നുണ്ട്. അതെന്താ, ഏത് നിയമത്തിന്റെ ലംഘനമാണ് എന്ന് ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പസ്തോലന്മാർ പഠിപ്പിച്ച നിയമത്തിന്റെ ലംഘനമാണ്. ഏത് നിയമം പറയൂ? നിയമം പറയൂ. അപ്പസ്തോലന്മാർ നിങ്ങൾ ബൈബിളില് എടുത്ത് കോട്ട് ചെയ്യൂ. അപ്പസ്തോലന്മാർ തുടക്കം തുടങ്ങി പറഞ്ഞിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 7 തുടങ്ങി പറഞ്ഞിട്ടുണ്ട്. കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ നിർമ്മിച്ച ഒന്നിലുമല്ല ദൈവം വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വസിക്കുന്നില്ല, അങ്ങനെ വസിക്കുന്നുണ്ട് എന്ന് അപ്പോ കത്തോലിക്ക സഭ പറയുന്നുണ്ടോ? അങ്ങനെ വിഗ്രഹത്തെ വണങ്ങാൻ പഠിപ്പിക്കുന്നുണ്ട്. വിഗ്രഹത്തെ വണങ്ങാൻ പഠിപ്പിക്കുന്നുണ്ട്. വിഗ്രഹത്തിന് ഒരു ഇത് കൊടുക്കാമോ, നിർവചനം കൊടുക്കാമോ? വിഗ്രഹം തന്നെ, പ്രത്യേകിച്ച് നിർവചനമൊന്നുമില്ല. ബ്രദർ നിർവഹിച്ചോ. എനിക്ക് ഈ കാണുന്ന സാധനം വിഗ്രഹം തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഐഡൽസ്. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, ഒരു വസ്തു, ഒരു മരത്തിലൊരു രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ട് അത് ദേവാലയത്തിൽ വെച്ചിരുന്ന അതിനെ വിഗ്രഹം എന്ന് പറയാമോ? പറയാം, തീർച്ചയായിട്ടും പറയാം. ദൈവിക തേജസ് ആണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ തേജസ്സാണ് അത് എന്ന് ഒരു അപ്പോസ്തലൻ പറഞ്ഞാൽ അതെങ്ങനെ അപ്പോസ്തലനായിട്ട് അംഗീകരിക്കുമോ? നിങ്ങള് CCC അംഗീകരിക്കുന്നുണ്ടോ? CCCയുടെ അംഗീകാരം അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എനിക്ക് അംഗീകാരമില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ CCC രൂപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ രൂപങ്ങളൊന്നും വിഗ്രഹമായിട്ട് CCC അംഗീകരിക്കുന്നില്ല. അത് വിഗ്രഹമല്ല. വിഗ്രഹം എന്ന് പറഞ്ഞാൽ CCC വിഗ്രഹം കൊടുക്കുന്ന നിർവചനം എന്താണെന്ന് അറിയാമോ? 1-ാം പ്രമാണത്തിന്റെ ലംഘനം എന്നാണ് CCC വിഗ്രഹം കൊടുക്കുന്ന നിർവചനം. 1-ാം പ്രമാണം എന്ന് വെച്ചാൽ ഞാനല്ലാതെ, അല്ല, നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുക. അതാണ് 1-ാം പ്രമാണം. അല്ലെങ്കിൽ പഴയ നിയമം കോട്ടുക. അതിനെതിരെ എന്ന് പറഞ്ഞാൽ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉപരിയായിട്ട് അപ്പനെയോ അമ്മയോ മക്കളെയോ വയലുകളെയൊക്കെ സ്നേഹിക്കുന്ന എനിക്ക് യോഗ്യനല്ല. അതാണ് കത്തോലിക്ക സഭ വിഗ്രഹാരാധനയ്ക്ക് കൊടുക്കുന്ന നിർവചനം. ഈ ഒരു രൂപം, ഒരു പള്ളിയിൽ ഒരു രൂപം ഇരിക്കുകയാണ്. രൂപം ഇരിക്കുന്ന ദൈവ തേജസ്സാണെന്ന് പറയുകയാണ്. ആ രൂപം എന്താണെന്നാണ് CCC പറയുന്നതെന്ന് പറഞ്ഞു. ആ രൂപം എന്താണെന്നാണ് CCC പറയുന്നത്? ഇത് ബൈബിൾ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ബൈബിളിൽ പറയുന്ന കാര്യം ദൈവിക തേജസ്സാണ് ആ രൂപം എന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവിക തേജസ്സോ? നിങ്ങൾ അതെവിടെയാ പറയുന്നത്? ആ രൂപത്തിൽ ദൈവിക തേജസ് ഉണ്ടെന്ന് എവിടെയാ പറയുന്നത് ബൈബിളിൽ? അത് ഹെബ്രായ ലേഖനത്തിൽ ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. എവിടെയാണ് വാക്യം പറഞ്ഞത്? വാക്യം ഓർമ്മയില്ല. അതിന്റെ ഇത് പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ പൗലോസ്ലീഹ ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നത് അവിടെ കെരൂബുകൾ, 2 കെരൂബുകളുടെ രൂപങ്ങൾ ഉണ്ടായിരുന്നു. അത് ദൈവ തേജസ് എന്നാണ് പറയുന്നത്. എന്താ പഴയ നിയമ കാലഘട്ടത്തിൽ കെരൂബാണോ ദൈവ തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? കെരൂബ്, ദൈവത്തിന്റെ തേജസ്സായ കെരൂബുകൾ. അതെവിടെയാ വാക്യം പറഞ്ഞു?
ബാക്കി ഞാൻ എടുത്ത് നോക്കട്ടെ. ഇപ്പൊ തരാം. ഇബ്രായ 9-ാം അധ്യായം 4-ാം വാക്യം, 5-ാം വാക്യം. പേടകത്തിന് മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയ മഹത്വത്തിന്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. അവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ചു പറയാനാവില്ല. എബ്രായർ 9:4. 9:5. പേടകത്തിന് മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. ഇവയെ പറ്റി ഇപ്പോൾ വിവരിച്ചു പറയാനാവില്ല. ഇതെന്താണ് പറയുന്നത്? ദൈവമാണെന്നാണ് പറയുന്നത് ഈ മഹത്വത്തിന്റെ കെരൂബ്? ഇല്ലല്ലോ. ആ കെരൂബുകൾ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവമഹത്വമാണ്. അത് കെരൂബുകൾ മഹത്വത്തിന്റെ കെരൂബുകൾ. മഹത്വത്തിന്റെ ദൈവമഹത്വം വാക്ക് മഹത്വത്തിന്റെ കെരൂബുകൾ. മഹത്വം മഹത്വത്തിന്റെ കെരൂബുകൾ. എന്താ മഹത്വത്തിന്റെ കെരൂബുകൾ? എന്താ മഹത്വം? മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവമഹത്വമാണോ? അല്ല, നിങ്ങൾ പറയും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറയും. അല്ല, എനിക്ക് മനസ്സിലായില്ല. ദൈവമഹത്വം അവിടെ എഴുതിയത് ഞാൻ കാണുന്നില്ല. പേടകത്തിന്റെ മേലെ കൃപാസനത്തിന് മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. ഇതിലൂടെ അവിടെ കെരൂബുകളുടെ രൂപമാണ് ഉണ്ടായിരുന്നത്. അതിനെന്ത് മഹത്വമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കെരൂബായിരുന്നു ദൈവമഹത്വം? ഇതാണ് ചോദ്യം. കെരൂബില് ദൈവമഹത്വമായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, അതവിടെ ആയിരുന്നു. അല്ല, അത് നിങ്ങൾ പറയുന്നത് അത് വിഗ്രഹമാണെന്ന്. ദൈവമഹത്വമാണെന്നുള്ളത് ബ്രദറാവാക്യത്തിൽ തന്നെ കാണിച്ചു. മഹത്വം സാധാരണ ദൈവത്തിന് മഹത്വം കൽപ്പിക്കാറുള്ളൂ. എന്താ അങ്ങനെ? മഹത്വത്തിന്റെ കെരൂബുകൾ ദൈവത്തിന്റെ കെരൂബുകളാണത്. അതുകൊണ്ടാണ് മഹത്വത്തിന്റെ കെരൂബുകൾ എന്ന് പറഞ്ഞത്. അവിടെ ദൈവത്തിന്റെ മഹത്വം എന്നൊരു വാക്കേ ഇല്ലെന്ന്. ഓക്കെ, മഹത്വം ഉണ്ടോ? കെരൂബുക്ക് എന്ത് മഹത്വമുള്ളേ? അതല്ല, കെരൂബുക്ക് എന്ത് മഹത്വമുള്ള? ദൈവത്തിന്റെ മഹത്വം അല്ലാതെ കെരൂബുക്ക് എന്ത് മഹത്വമുള്ളേ? ഇത് കെരൂബിനാണോ ദൈവമഹത്വം എന്നുള്ളതാണ് എന്റെ ചോദ്യം. കെരൂബിനാണ് ദൈവമഹത്വം. കെരൂബിനാണ് ദൈവമഹത്വം. അപ്പൊ കെരൂബാണ് ദൈവം? തീർച്ചയായിട്ടും. കെരൂബാണ് ദൈവം? ഇല്ല, ദൈവം കെരൂബല്ലല്ലോ. അപ്പൊ പിന്നെ ദൈവത്തിന്റെ മഹത്വം കെരൂബിന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ പ്രവചനങ്ങളെല്ലാം എടുത്തു കളയണം. കാരണം പഴയ നിയമത്തിൽ പ്രവചനത്തിൽ പറയാ, കൊത്തു വിഗ്രഹങ്ങൾക്ക് ഞാൻ എന്റെ മഹത്വം കൊടുക്കത്തില്ല. വായിച്ചിട്ടുണ്ടോ യെശയ്യാ പ്രവചനം? അപ്പൊ യെശയ്യാ തെറ്റാണ് പഠിപ്പിച്ചതെന്ന് പറയേണ്ടി വരും. അപ്പോ എബ്രായ ലേഖന കർത്താവിന് തെറ്റുപറ്റി, നിങ്ങൾ അംഗീകരിക്കുന്നില്ല? എബ്രായ ലേഖന കർത്താവിന് തെറ്റുപറ്റിയത് ഞാൻ പറഞ്ഞില്ല. അവിടെ ദൈവത്തിന്റെ മഹത്വം ഒന്നും അവിടെ കാണുന്നില്ല. എന്ത് മഹത്വം ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന കെരൂബിന് മഹത്വം ഉണ്ടോ? മഹത്വം ഉണ്ടെന്നാണോ പറയുന്നത്? അത് ദൈവമഹത്വമാണെന്ന് ബ്രദർ തെളിയിക്കുന്നത് ബ്രദറിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞത് അത് ദൈവമഹത്വമാണ് എന്ന് നിങ്ങൾ പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ യെശയ്യാ പ്രവചനത്തിൽ കിടക്കുന്ന കൃത്യമായ വാക്യം അവിടെ കിടക്കുകയാണ്, കൊത്തു വിഗ്രഹങ്ങൾക്ക് ഞാൻ എന്റെ മഹത്വം കൊടുക്കത്തില്ല. ഇത് യെശയ്യാ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ യെശയ്യാ കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പോ ദൈവത്തിന്റെ മഹത്വം, ഈ കെരൂബുകളുടെ മഹത്വം ദൈവത്തിന്റെ മഹത്വമാണെന്ന് നിങ്ങൾ തെളിയിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതിന് വ്യാഖ്യാനം വേണ്ടി വരും തെളിയിക്കണമെങ്കിൽ. എനിക്ക് വ്യാഖ്യാനം കൊടുക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിനയപൂർവ്വം ഒഴിയുന്നു. നിങ്ങൾക്ക് അത് തീരുമാനിക്കാം. കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വ്യാഖ്യാനം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്കതില്ല. നിങ്ങൾക്ക് അടിമത്തം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ. എന്തായാലും അടിമത്തമല്ല, ബൈബിളിന്റെ അനുസരണമാണ്. അനുസരണം വെച്ചാൽ ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് വ്യാഖ്യാനങ്ങൾ ആരുടെയും സ്വന്തമായിട്ടുള്ളതല്ലാന്ന്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, 4 പേര് വന്ന് 4 വ്യാഖ്യാനം പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന്? പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അത്ര മതി, കഴിഞ്ഞു, അത് തീർന്നോട്ടെ. അപ്പോ ഇതില് നിങ്ങൾക്ക് മറുപടി ഒന്നുമില്ല? ഏതിന് മറുപടി ഇല്ലാന്ന് ഞാനല്ല മറുപടി പറയാത്തത്, ഇപ്പൊ നിങ്ങളാണ് പറയാത്തത്. ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇത് വെച്ചിരുന്നു. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞത് പള്ളിയുടെ അകത്ത് രൂപം ഉണ്ടായിരുന്ന അതിനെ വിഗ്രഹമാണെന്നുണ്ട്. ഇതിനെ വിഗ്രഹമാണെന്ന് പറയുമോ നിങ്ങള്? ഏതിനെ? നിങ്ങളിപ്പോ ഇതിന്റെ അകത്ത് മഹത്വം ഉണ്ട്, ദൈവമഹത്വം എന്ന് ബൈബിള് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ദൈവമഹത്വം കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. മഹത്വം ഒന്നുണ്ടോ? മഹത്വം ഒന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മഹത്വമുണ്ട്, മതി. യെശയ്യാ പറഞ്ഞിരിക്കുന്ന കൊത്തു വിഗ്രഹങ്ങൾക്ക് ഞാൻ എന്റെ മഹത്വം കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. അത് നിങ്ങള് അതിലെ പറഞ്ഞ എനിക്ക് വ്യാഖ്യാനിക്കാനുള്ള അധികാരമില്ല, ഞാൻ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചിരുന്നു, അവിടെ പരിശുദ്ധാത്മാവാണ് വ്യാഖ്യാനിക്കാൻ അവകാശമുള്ളത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വെച്ചപ്പോ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞില്ല പരിശുദ്ധാത്മാവിനാണ് ഇതിന്റെ, അത് നിങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു. ഇല്ല, സമ്മതിച്ചു. പക്ഷെ അതില് ഇതുണ്ട്, ഏതാ അതിന് കറക്റ്റ് ആയിട്ട് ഒരു പരിശുദ്ധാത്മാവ് വ്യാഖ്യാനം കൊടുത്തു കഴിഞ്ഞാൽ അത് സഭയുടെ മേലെ പോയണം. സഭ അംഗീകരിച്ചു കഴിഞ്ഞാലേ അത് വ്യാഖ്യാനമാവുള്ളൂ. ശരി, അതാണ് എന്റെ അഭിപ്രായം. ആയിക്കോട്ടെ. അപ്പൊ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല? പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നില്ല, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, നോ പ്രോബ്ലം.
ഇല്ല, അത് സഭ എന്താണ് പറയണമെന്ന് എനിക്ക് നോക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് കാര്യം. അപ്പൊ ഇതിനെ കുറിച്ച് പറയൂ. ഏതിനെ കുറിച്ചാണ്? ഇത് വിഗ്രഹമാണോ അല്ലയോ എന്നാണ് ചോദ്യം. ആണെന്നേ. വിഗ്രഹമാണോ? ഞാനാണ് കർത്താവ്, അതാണ് എന്റെ മഹത്വം, എന്റെ നാമം, എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകിയില്ല, എന്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കില്ല. കർത്താവ് പറഞ്ഞാണ് കൊത്തു വിഗ്രഹങ്ങൾ കൊടുക്കില്ല. അപ്പൊ ഈ കൊത്തു വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് വെച്ചിട്ട് നടത്തുന്നത് അത് വിഗ്രഹാരാധന തന്നെയാണ്. അത് വിഗ്രഹത്തിന്റെ തലം തന്നെയാണ്. CCC പറയുന്നത് ഇത് തന്നെയാണ്. CCC ഖണ്ഡിക 2113. വിഗ്രഹാരാധന ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതിലാണ് വിഗ്രഹാരാധന അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിന്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കത്തോലിക്ക ഞാനത് വായിച്ചു കഴിയുമ്പോ പറഞ്ഞു, ദൈവത്തിന്റെ സ്ഥാനത്ത് ഒരു സൃഷ്ടിയെയോ അത് ദേവന്മാരുടെയോ സാത്താന്മാരുടെയോ ശക്തിയുടെയോ സുഖമോ വംശമോ പൂർവികരോ രാഷ്ട്രമോ പണമോ അതുപോലെ എന്തെങ്കിലും ആകാം ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം മനുഷ്യൻ വിഗ്രഹാരാധന നടത്തുകയാണ്. ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ. CCC പേജ് നമ്പർ 519 2113 ഖണ്ഡിക. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ. അതായത് ഒരു വിഗ്രഹം എന്തെങ്കിലും ഒന്ന് ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ, അത് സൃഷ്ടിയാകാം, ദേവന്മാരാകാം, സാത്താന്മാരാകാം, ശക്തിയാകാം, സുഖമാകാം, വംശമാകാം, പൂർവികരാകാം, രാഷ്ട്രമാകാം, പണമാകാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം അപ്പൊ വണങ്ങുന്നത് ബഹുമാനമാണ്. വണങ്ങാനായിട്ട് ബൈബിൾ അനുവദിക്കുന്നില്ല. കൃത്യമായിട്ട് പുറപ്പാട് പുസ്തകം പറയുന്നു സ്വരൂപത്തെയോ വണങ്ങരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. വണങ്ങാനായിട്ട് അനുവാദമില്ല. പുതിയ നിയമസഭ അത് തന്നെയാണ് പറയുന്നത്. പഴയ നിയമം ഇപ്പൊ ബ്രദറിന് അലർജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പലതൊന്നും പറയുന്നില്ല. പുതിയ നിയമസഭ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ താങ്കള് കത്തോലിക്ക പള്ളിയിൽ പോയിട്ട് അവിടെ ആരാധന വസ്തുക്കള് അല്ലെങ്കിൽ ബഹുമാന്യമായിട്ടുള്ള വസ്തുക്കള് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പറയൂ. ബ്രദർ നോക്കി പറഞ്ഞു. ബ്രദറെ ഞാൻ നോക്കിയിട്ട് ഇല്ല. നിങ്ങൾക്ക് അത് കണ്ടിക്കാം. ഞാൻ കണ്ണിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ വീഡിയോ ഇട്ടുന്നത് ആവശ്യം പോലെ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പള്ളിയുടെ അകത്ത് പാമ്പിനെ കൊണ്ടു വയ്ക്കുന്നതും അത് പാമ്പിനെ തൊട്ടുമുത്തുന്നതും ഇങ്ങനെയുള്ള സകലവിധ കലാപരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ഈ കലാപരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ബൈബിൾ അടിസ്ഥാനത്തിലായിരിക്കും, നിങ്ങൾക്ക് ഇതൊക്കെ അപ്പസ്തോലിക അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ അപ്പസ്തോലന്മാരോ വിശുദ്ധ ബൈബിളോ ഈ കാര്യത്തിൽ യാതൊരുവിധ സപ്പോർട്ടും തരുന്നില്ല. പള്ളിയുടെ അകത്ത് പാമ്പിനെ വെക്കുക, പള്ളിയുടെ പുറത്ത് കോഴിവെട്ട് നടത്തുക, ഇങ്ങനെയുള്ള കലാപരിപാടികൾക്കൊന്നും വിശുദ്ധ ബൈബിൾ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. അപ്പൊ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളെ അത് ദൈവവചന അടിസ്ഥാനത്തിലല്ല എന്ന് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കും. ബ്രദറിനെ സംബന്ധിച്ച് ഒരു ബൈബിളിന്റെ ഒരു വചനം എടുത്തിട്ട് പറയാൻ പോലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക. സത്യം എന്തെങ്കിലും നിങ്ങൾക്ക് വെളിപ്പെടും. ആ വെളിപ്പെടുന്ന അന്ന് നിങ്ങൾ കാര്യങ്ങൾ ഗവനിക്കുക. ഓക്കെ. ഏകദേശം നമ്മൾ 50 മിനിറ്റായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് കൂടുതൽ പോകാൻ എനിക്ക് നേരില്ല. എനിക്ക് നാളെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളിലേക്ക് എനിക്ക് പറയാൻ കൂടെ ഒന്ന് കേൾക്കണം. അപ്പൊ ഞാൻ ഇത് സംബന്ധിച്ച് നിങ്ങളുടെ ഹെബ്രായ ലേഖനം 9:5 പറഞ്ഞു തന്നു. അതില് കൃപാസനത്തിന്മേൽ നിലവിലിരുന്ന മഹത്വത്തിന്റെ കെരൂബുകൾ എന്ന് ദൈവവചനോട് എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെപ്പറ്റി വിശദീകരണം തരാൻ പറ്റുന്നില്ല. ഞാൻ അതിന് കൃത്യമായിട്ട് വിശദീകരണം തന്നു. നിങ്ങളത് ദൈവത്തിന്റെ മഹത്വമാണെന്നാണോ പറയുന്നത്? അവിടെ വചനത്തിൽ ദൈവത്തിന്റെ മഹത്വം എന്നൊരു സംഭവം കാണുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ മഹത്വം എന്നല്ല, അവിടെ കെരൂബ് മഹത്വത്തിന്റെ കെരൂബ് തന്നെ പറഞ്ഞു കണ്ടു. എന്നിട്ട് പൗലോസ് പറയാണ് ഇതിനെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അത് ആ മഹത്വത്തിന്റെ കെരൂബ് എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽ ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പൗലോസ് വിശദീകരിക്കാത്ത സാധനം ഇനി ബ്രദർ വിശദീകരിച്ച് തന്നാൽ ഞാനത് കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാനുള്ള ധൈര്യം ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പോലും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോ ഇനി 9:5 നിങ്ങൾ എടുത്തു. പക്ഷെ അത് ദൈവത്തിന്റെ മഹത്വമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ ചോദ്യം ചോദിച്ചില്ല. ഒറ്റ ചോദ്യം ചോദിച്ചുള്ള ദൈവത്തിന്റെ മഹത്വമാണോ? അപ്പൊ ദൈവം കരൂപാണോ? അപ്പൊ ദൈവം കരൂപാണോ? ദൈവത്തിന്റെ മഹത്വമാണെന്ന് അവിടെ വചനത്തിലില്ല. മഹത്വത്തിന്റെ കരൂപെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വമാണെന്ന് അവിടെ വചനത്തിലില്ല. അപ്പോ മനുഷ്യനിലുള്ള മഹത്വം ദൈവത്തിന്റെ അല്ലേ? അതെ. ഇത് മാത്രം അറിയില്ല. നിങ്ങൾക്ക് പുതിയ നിയമം എന്താണ്? പുതിയ നിയമം എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയില്ല. അതിപ്പോ ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് പുതിയ നിയമം അറിയില്ല. അല്ല, അറിയാമെങ്കിൽ പറയൂ. ചോദിക്കുന്നു. നിങ്ങളത് പറയാതെ പോണെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിലിടും. അതുകൊണ്ടാണ് ചോദിക്കുന്നത് പുതിയ നിയമം എന്താണോ പറഞ്ഞിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടോ? അല്ല, പുതിയ നിയമം
പുതിയ നിയമം എനിക്ക് അറിയില്ലെന്ന്, എനിക്ക് തുടക്കം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ അതിനകത്ത് തർക്കമില്ലല്ലോ. നിങ്ങൾ പഠിപ്പിക്കാന്നുള്ള പറഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പഠിക്കാം, കുഴപ്പമില്ല. ഞാൻ പഠിപ്പിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അറിയാത്ത ആളെന്തിനാ വീഡിയോ ഇടാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് അറിയില്ല. ശരി, അപ്പൊ നിങ്ങൾ പകുതിയാക്കിയിട്ട് പോകരുത്. നിങ്ങളുടെ കൂടെ ചെലവഴിക്കാനുള്ള ഒരു കണ്ടന്റ് ഇല്ല. അപ്പൊ വെറുതെ എന്തിനാ ഞാൻ എന്റെ സമയം കളയുന്നത്? എനിക്ക് കുറെ ജോലികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി തന്നിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ചോദ്യം ഉണ്ടാവുന്നു. നിങ്ങൾക്ക് ആയിരക്കണക്കിന് ചോദ്യം ഉണ്ടാവും. ഈ ആയിരക്കണക്കിന് ചോദ്യം ഉത്തരം തരേണ്ട ഒരു സാറല്ല ഞാൻ. ഓക്കെ, നിങ്ങളെ പഠിപ്പിക്കുന്ന അതെന്റെ സ്വാതന്ത്ര്യമാണ്. അതെന്റെ സ്വാതന്ത്ര്യമാണ്. അത് നിങ്ങളുടെ അവകാശമല്ലല്ലോ. എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ടീച്ചറല്ല ഞാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഇരുന്ന് ഉത്തരം പറയാനായിട്ട് നിങ്ങളുടെ ഒരു ടീച്ചറോ നിങ്ങളുടെ സ്റ്റുഡന്റോ അല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഈ പറയുന്ന 55 മിനിറ്റ് നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം തന്നിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ ഇനി വീഡിയോ ചെയ്യുമ്പോ എനിക്ക് ഞാൻ